സംസ്ഥാന സ്കൂൾ യുവജനോത്സവം കൊല്ലം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. 24 വേദികളിലായി വിവിധ ഇനങ്ങൾ അങ്ങനെ ചൂടുപിടിച്ച മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നൃത്ത ഇനങ്ങളും ഉണ്ട് മത്സരത്തിന്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങളിൽ ഒന്നാണ് നങ്ങ്യാർകൂത്ത്. നങ്ങ്യാർകൂത്ത് മത്സരത്തിന് ശേഷം എന്നോടൊപ്പം ഒരു മത്സരാർത്ഥിയുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ, മോളുടെ പേരെന്താ? ഗൗരിക. ഗൗരിക, നങ്ങ്യാർകൂത്ത് പഠിക്കുന്നുണ്ടോ? അതെ അതെ ഉണ്ട്. അതായത് മത്സരത്തിന് വേണ്ടിയിട്ട് അല്ലാണ്ട് പഠിക്കുന്നുണ്ട്? അതെ, മത്സരത്തിന് വേണ്ടി അല്ലാതെ പഠിക്കുന്നത്. ഞാൻ ചോദിക്കാൻ കാര്യം, സാധാരണ നങ്ങ്യാർകൂത്തൊക്കെ പോയിന്റ് കിട്ടാൻ വേണ്ടി സ്കൂളുകാർ പഠിപ്പിക്കാറുണ്ട്. അത്തരം എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. പക്ഷെ അങ്ങനല്ല ഗൗരിക, നങ്ങ്യാർകൂത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് പഠിക്കുന്നുണ്ട്. ഇതൊരു ക്ഷേത്രകലയാണല്ലോ. അപ്പം ഇതിന്റെ വിവിധ രീതിയിലുള്ള ചിട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിന്. അതെങ്ങനെയാണ്? നങ്ങ്യാർകൂത്ത് എന്ന് പറഞ്ഞ കലാരൂപം കൃഷ്ണന്റെ ജനനം തൊട്ട് മരണം വരെയുള്ള ഒരു കലാരൂപമാണ്. ഞാൻ ഈ പ്രാവശ്യം കളിച്ചത് നരസിംഹാവതാരമാണ്. മഹാവിഷ്ണു നരസിംഹരൂപം സ്വീകരിച്ച് പ്രഹ്ലാദനെ രക്ഷിക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് കളിച്ചത്. നമുക്കെന്നാ അത് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. പെർഫോമൻസിലേക്ക് നങ്ങ്യാർകൂത്തിനെ കുറിച്ച് കൂടുതൽ ചോദിക്കാൻ എനിക്ക് അതിന് ആ കലാരൂപത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. ഈ മേക്കപ്പിനൊക്കെ കഥകളിയോളം സമയമെടുക്കില്ലെന്നറിയാം, പക്ഷെ എത്ര മണിക്കൂർ എടുക്കും? 1.5 മണിക്കൂർ എടുക്കും. അപ്പം എത്ര മണിക്ക് മേക്കപ്പ് തുടങ്ങിയെന്ന്? ഞാൻ ഒരു 6 മണി 6:30 തുടങ്ങി. നേരത്തെ ഇവിടെ എത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നേരത്തെ തുടങ്ങി. ഇപ്പം ഇവിടെ അവതരിപ്പിച്ചല്ലോ, അതെന്താണ്, അതിന്റെ അർത്ഥം എന്താണ്? ശ്രീനാരായണൻ മത്സ്യകൂർമ്മ വരാഹാദി രൂപങ്ങൾ സ്വീകരിച്ച് ലോകത്തെ രക്ഷിച്ചു. പിന്നെ കൂർമ്മ രൂപമായി അവതരിക്കുന്ന ഭാഗമാണ് ഞാൻ കാണിച്ചത്. ഈ നങ്ങ്യാർകൂത്തിലേക്കൊക്കെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ സ്കൂളുകാരുടെ സപ്പോർട്ട് വളരെ വലുതായിരിക്കുമല്ലോ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഒപ്പം തന്നെ അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? സ്ഥിരമായി ഇങ്ങനെ കലോത്സവത്തിനൊക്കെ കൊണ്ടുവരുന്നതാണോ സ്കൂളിൽ നിന്ന്? ഞാൻ കൊടുവായൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. അതെ അതെ, നല്ല സപ്പോർട്ടാണ് സ്കൂളിൽ നിന്ന്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കലോത്സവത്തിന്. അതെ. ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? 8th. അപ്പം ആദ്യത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. ഇനിയും 4 വർഷവും കൂടി ഉണ്ട് മത്സരിക്കാൻ അല്ലേ? മറ്റ് ഗ്രൂപ്പ് ഇനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നിനും ഇല്ല. നങ്ങ്യാർകൂത്തിന് വേണ്ടിയാണ് വന്നത്. അതെ അതെ. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരും.